നമസ്കാരം ചേട്ടാ. നമ്മുടെ കോൺഗ്രസ് സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന സൗജന്യ ബസ് യാത്ര, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ മോദി ഗ്യാരണ്ടിയുടെ ഒരു അനുകരണമാണ്. അതിനെ കോപ്പി അടിച്ചതാണെന്നുള്ള യാതൊരു തർക്കവുമില്ല. എന്നിരുന്നാലും നല്ലത് ചെയ്യുന്നവരെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണൂ. കണ്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം. എന്തായാലും ഈ ഉദ്ഘാടനത്തിന് തൊട്ട് തലേ ദിവസമായ ഇന്ന് തലസ്ഥാനത്ത് ഉൾപ്പെടെ അതിനാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓർഡിനറി ബസ്സുകൾ, നിരവധിയായ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഇലക്ട്രിക് ബസ്സുകളിൽ ഉൾപ്പെടെ ഈ KSRTCയിൽ നിന്നും അവർ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നു. അതായത് ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. 10ൽ 9 സിറ്റി ഫാസ്റ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ KSRTCയുടെ ബസ് സ്റ്റേഷന് മുന്നിൽ കൂടി സഞ്ചരിച്ചപ്പോൾ എടുത്ത ഒരു വീഡിയോയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, സ്ത്രീകൾക്ക് സൗജന്യമായി കൊടുക്കുന്ന ഈ പദ്ധതിയിൽ, അതായത് ഒരു 70 ഓർഡിനറി ബസ് ഉണ്ടെങ്കിൽ അതിൽ 50ലും എന്തിനാണ് ഇങ്ങനെയുള്ള സ്റ്റിക്കർ പതിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിനുള്ള ഉത്തരം കോൺഗ്രസ് പറഞ്ഞേ മതിയാകും. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിനോട് എനിക്കും യാതൊരു എതിർപ്പുമില്ല, നന്നായിരിക്കട്ടെ, നല്ല കാര്യം. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ ഒരു ചെയ്ത്ത്, അതിൻ്റെ ആവശ്യം എന്താണ്? അതായത് സ്ത്രീകളല്ലാത്ത ആരെങ്കിലും കയറിയാൽ അവരിൽ നിന്ന് അമിതമായി ഫാസ്റ്റിൻ്റെ ചാർജ് ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് മറ്റുള്ള സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കർണാടക, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക, അവിടെയൊക്കെ സൗജന്യമായി, പരിപൂർണ സൗജന്യമായി ഇത് കൊടുക്കുന്നുണ്ട്. അത് ഇന്ന ബസ്, സൂപ്പർ ഫാസ്റ്റ്, ലോക്കല്, ഓർഡിനറി അങ്ങനെയൊന്നുമില്ല. എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരുന്ന ശ്രീമാൻ VD സതീശന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പൊതുവേ അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഫ്രീ സൗജന്യം കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങൾ ആരും തന്നെ പഴിക്കാൻ പോകുന്നില്ല. തന്നേ തീരൂ എന്ന് സമരം ചെയ്യുകയുമില്ല. കാരണം KSRTCയുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്.